ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് കളിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് സിമിലറിൻ്റെ പാർട്ട് 2 ആണ്. അത്ര പറഞ്ഞിട്ട് ഇതാക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് നേരെ കളിക്കാം. ഇത് കണ്ട കഴിഞ്ഞ പാർട്ടിൽ അതിന് മുമ്പേ ഇത് എടുത്ത് വെച്ചേക്കാം. കഴിഞ്ഞ പാർട്ടിനേക്കാൾ ഇപ്പോൾ ഒരുപാട് പുരോഗതി ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഒറ്റ ഷെൽഫ് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഷ്ടപ്പെട്ട് കുറേ പണിയെടുത്തതാണ്, കുറേ സാധനം അൺലോക്ക് ചെയ്തു, കുറേ ഷെൽഫ് ഇതാക്കി. ഇന്നത്തെ നമ്മളെ ഗോൾ ഈ ഒരു പീടിക കുറച്ചുകൂടെ വലുതാക്കണം. പിന്നെ പൈസ 1000 കടന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കുറവാണ്. പിന്നെ പുറത്ത് കുറച്ച് പെട്ടി ബാക്കിയുണ്ട്. ഇത് ഫ്രിഡ്ജൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, അതിൽ വെക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പൈസ വരുന്ന വരെ ഭയങ്കര $24. അപ്പോൾ ഇതന്നെ പണി. വില കൂടിയ സാധനം മാത്രമല്ല, കൊള്ള വിലയാണ്. കുറേ സാധനം നമ്മൾ വാങ്ങി അൺലോക്ക് ചെയ്തിട്ട് മനസ്സിലാ. ഇത്ര സാധനം നമ്മൾ അൺലോക്ക് ചെയ്തു. ഇതൊക്കെ ഈ പീടികയിലുണ്ട്. ചിക്കത്തിൻ്റെ പൈസ ഏകദേശം നല്ലൊരു പൈസ തന്നെ. ഇതുവരെ ആരും പൈസ കൂടി കുറഞ്ഞു അങ്ങനെ പറയുന്നൊന്നും കേട്ടില്ല. ഇപ്പോൾ പനി അത്ര കുറഞ്ഞിട്ടൊന്നുമില്ല. പനിയല്ല, ജലദോഷം. കഴിഞ്ഞ പാർട്ടിൽ ചെയ്ത് തന്നെ ഇപ്പോൾ ഈ ലെവലും കൂടുന്നുണ്ട്. ലെവൽ കൂടി ഞങ്ങൾക്ക് പൈസയൊക്കെ കിട്ടും. $10. ഈ പൈസ കൊടുക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. $1 എക്സ്ട്രാ ഇവർക്ക് കൊടുത്താലോ? അവർക്ക് സന്തോഷം. $3 കൊടുക്കണം. അപ്പം നമുക്ക് പെന്നിയിൽ മാത്രം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതായത് പെന്നി വെച്ചാൽ $1 ₹1 വെച്ചോ. ഇപ്പോൾ ഈ പെന്നി വെച്ചാൽ ഒരു പൈസയാണ്, ഇതൊരു പൈസ. അങ്ങനെ 100 പൈസ $1. പറക്കുന്ന പെന്നിയല്ലോ. ഇതൊരു $1 പോലായിട്ടാ. അപ്പോൾ ചേച്ചി ഇതെല്ലാം ഇങ്ങനെ വാരിക്കൊണ്ടോല്. ചേച്ചി ഒറ്റ സെക്കൻഡ്, ഒരുപാട് പൈസ ഉണ്ട്. പറക്കുന്ന ഇപ്പോൾ ചേച്ചീൻ്റെ കയ്യിലെത്തും. എൻ്റെ ദൈവേ, ഇപ്പം $2 ആയതില്ല, ഇനി $1 കൂടി ഉണ്ട്. ഇപ്പോൾ പെനി കുറച്ചും കൂടെ അല്ല, ക്യൂ ഓടിയിട്ടില്ല. ചേച്ചിക്ക് 2 പെന്നി അവിടെ നിൽക്കട്ടെ, പ്രശ്നമില്ല. ഇത്ര എടുക്കുന്നില്ല, അപ്പോൾ ഒന്നും കൂടെ എക്സ്ട്രാ എടുത്തോട്ട് ഒക്കെ വാരിക്കൊണ്ടേ. $26. ഈ ചേട്ടാ ഇത്രേ വാങ്ങുന്നില്ല ചേട്ടാ. ഒരു പാക്കറ്റ് ചിപ്സും വാങ്ങിക്കൊണ്ടിട്ട് 2 സാധനം. പക്ഷെ നല്ല പൈസേൻ്റെ സാധനം. എന്താ $24? ആള് കൂടി നിൽക്കാൻ കഴിയില്ല. എത്ര ആള് ഈ നാട്ടിൽ വേറെ പേടിയില്ല. പൈസ വരുന്ന വരവോക്കറ. കട എക്സ്പാൻഡ് ചെയ്യണം, അതാണ് ഇന്നത്തെ പണി. $26. ഈ ഡേ കഴിഞ്ഞോന്ന് തോന്നുന്നു. ഇന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ട്? ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഒക്കെ ഒരു ഐഡിയ അങ്ങോട്ട് ക്യാഷ്യറിനെ വെക്കാൻ കഴിയുമോ? ഇൻ്റർനെറ്റ് വേണമല്ലോ. ഇങ്ങോട്ട് നടന്ന് പോവാൻ കഴിയുമോ? ഇവിടെ ഒരു ബോർഡർ ഉണ്ട്, റോട്ടുമ്മയോ ഇല്ല. നല്ല സിറ്റി. പിന്നെ എന്തൊക്കെയോ ഫർണിച്ചർ, മറ്റേ ഇത് ലോട്ടറി മെഷീനെല്ലാം വാങ്ങാൻ കഴിയും. എന്തെങ്കിലും നല്ലതായിട്ട് എന്തെങ്കിലും വാങ്ങാൻ കഴിയുമോ? ഒരു
ഫ്രിഡ്ജ് വാങ്ങിയാലോ? ഫ്രിഡ്ജ് അവിടെ ഇല്ല. ഫ്രിഡ്ജ് അതാ ഇതെങ്ങനെ എടുക്കല്? എന്നിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ആവക്കാൻ അല്ലെങ്കിൽ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇതെടുത്ത് നമുക്ക് ഇവിടെയൊക്കെ ഇനി ക്ലീൻ ചെയ്യാം. കുറച്ച് സാധനങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ക്ലോസ് ആക്കി നോക്കട്ടെ. കുറച്ച് സാധനം എടുത്ത് വെക്കണം. ഇവിടുന്ന് അറിയാൻ കഴിയുമോ? നിർത്തി. 2-3 ആളുണ്ട്. ഇനി ഒരു പാക്കറ്റ് സാധനം മാത്രമുണ്ട്. ഇവിടെ ഇതിവിടെ കുറച്ചും കൂടെ സ്ഥലം വേണം. താഴത്ത് നമുക്ക് ഇവിടെ സാധനങ്ങൾ എടുക്കാം. $1 എക്സ്ട്രാ എടുത്തു. കുറേ മുട്ട വാങ്ങണം. മുട്ട കട തുറന്നില്ലല്ലേ. ഇനി നമുക്ക് ചെയ്യാം. $1000 മറ്റോ വേണം. ഇന്ന് ലീവിനൊക്കെ കഴിയത്തെ. ആരെങ്കിലും വാങ്ങി വന്നാലേ ലീവിനൊക്കെ കഴിയും. ടു എക്സ്പെൻസീവാ. ഏത് അവർ എക്സ്പെൻസീവ് എന്നൊക്കെ പറയുന്നുണ്ടായിനി. എക്സ്പെൻസീവ് വാങ്ങണ്ട. അവിടെ തന്നെ കിട്ട്. എനിക്കത്ര പൈസ വേണം. ഈ ഒറ്റ തണുത്തോളം വാങ്ങാൻ ഇടവരെ എന്തെങ്കിലും വാങ്ങി. $30. ഇവരെന്താണ് എപ്പോൾ ഒരു സാധനം മാത്രം വാങ്ങിപ്പോ? പിച്ചക്കാര കളി തന്നെ എല്ലാവരും. ഇവിടെ വൃത്തിയുടെ എന്തോ വീണിട്ടുണ്ട്. അതാ എൻ്റെ വെള്ളം കുടിച്ച് കുപ്പി നിലത്തിട്ടിട്ട് പോയി. ഇനി ഒരു വെള്ളം എണ്ണയാണ്. വേഗം $1000 എത്തിയായിരുന്നു. ഒക്കെ ഫാസ്റ്റായിട്ട് വാങ്ങണം. $300. എത്ര $? $1000. $900 ഉണ്ടോ? ഇത് സ്റ്റോറേജ് ബേസാണ്. ഇതാ നമ്മളെ കട, മറ്റേ സ്റ്റോറേജ്. അപ്പം $900 കൊടുത്താൽ മതി. $45 തരുന്നു. $30 മേലെ തരുന്നവരൊക്കെ പൈസക്കാരാണ്. അതൊക്കെ എല്ലാവരും പിറ്റക്കാരും. വേഗം കൂടെ ഇനിയും പൈസ കിട്ടും. ഒരു ദിവസം കഴിഞ്ഞ് മതി ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് $1000 എത്തിയാൽ മതി. ഇവിടെയൊക്കെ എല്ലാവരും
ഇത് കയ്യിലെടുക്കാം. അയ്യോ എന്നിട്ടേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഡസ്റ്റ്ബിനിൽ ഇട്ടാൽ മതി. ഇതാ ഇത് നല്ല കുപ്പിയല്ലേ, ഫ്രഷ് കുപ്പി. ഇത് അതിൽ വെച്ചൂടെ? പക്ഷേ വെള്ളം വേണ്ടേ, കുപ്പി മാത്രം പോരല്ല. എന്താണ് വേണ്ടത്? ആട്ടെന്തല്ലോ വാരി വാരി എടുക്കുന്നു. ഇവിടുന്നെടുത്തു അവിടുന്ന് എന്തെല്ലോ എടുക്കാൻ പോയി. എന്തൊക്കെ സാധനങ്ങളുണ്ട് എൻ്റെ മോനെ. ചേട്ടാ പൈസക്കാരൻ 30-ന് മേലെ കടന്നു. ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ പീടികയുടെ വളർച്ചയ്ക്ക് കാരണം. ഇതൊരു നമുക്കിട്ട് ഏറ്റവും ടോപ്പ് ആളത്ര ഇതൊരു നമുക്കിട്ട് ടോപ്പ് പൈസ ചെയ്ത് ഇങ്ങനെ കടത്തിയിട്ട് ഇതുവരെ ആരും പൈസ തന്നിട്ടാ. ടാങ്ക് കേട്ടോ ഇത്ര സാധനം ഇപ്പൊ ഇവര് വാങ്ങിക്കൊണ്ടുവന്ന് $8. ഇത് ഒരു $25 ഇല്ല. ഇപ്പൊന്നായിട്ട് കുറച്ച് അതിനൊരു 10 ആള് മതി. 10 ആള്. ആൾക്കാരെ കുറച്ച് കാര്യമൊന്നുമില്ല. അവരിഷ്ടത്തിന് അവർ വാങ്ങിക്കൊണ്ടാവും. ഒരു തവണ കുറേ വാങ്ങിക്കൊണ്ട് അയാൾ പിന്നെ സാധനങ്ങളൊന്നും തീരാത്തോണ്ട് കുറച്ച് എടുക്കും. ഇവിടെ എവിടെയോ ക്ലീൻ ചെയ്യാനുണ്ട്. കട എവിടെ വൃത്തികേടായാലും അതാ ക്ലീൻ. എന്നിട്ട് ഇതാ വിട്ട് ഈ മിൽക്ക് നല്ല പൈസ മിൽക്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇട്ട പൈസ അല്ലേ. ഇവിടെ നിൽക്ക്. കുറച്ചും കൂടെ സാധനം വാങ്ങിക്കോ, ഭക്ഷണമൊന്നുമല്ല. വീട്ടിലില്ലത് കൂടെ വാങ്ങിക്കോ, ഒരു ഭക്ഷണമില്ല. ഇവിടെ $10. $10 എത്ര $? 9. കാർഡില്ലാതെ പറ്റിക്കാൻ കഴിയില്ല നമുക്ക്. പൈസ ഇല്ലവരെ PC ഗെയിം പറ്റിക്കാം, പക്ഷെ ഇതിൽ പറ്റിക്കാൻ കഴിയില്ല. ഈ ദിവസം തീർന്നു തോന്നുന്നു. ഇല്ല, അവിടെ ആരോ തണ്ടി കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എത്ര സാധനം ഉണ്ട് ഇവരെ കയ്യിൽ. പാല് കുറേ ആൾ വാങ്ങുന്നുണ്ട് കേട്ടോ. പാല് വൻ ലാഭമാണ്. കുറച്ച് പാല് വാങ്ങിക്കി വെച്ചാലോ. പാലങ്ങാട്ടി പൈസ ഉണ്ട് കേട്ടോ. അത് ഞാൻ 11 വെച്ചിട്ടിട്ടതാണ്. ലെവല് ആയി. അപ്പോൾ നമുക്ക് ഇനിയും പൈസ കിട്ടും. ഒരാളും കൂടെ വന്നാൽ മതി. നമ്മൾ ജയിച്ചെല്ലാം കുറേ പൈസ കിട്ടും. 100 എന്തായാലും കിട്ടും, ചിലപ്പോൾ 200 കിട്ടും. ഇതെടുത്തു, അതെടുത്തു, ഒന്നും കൂടി എടുത്തു, അവിടെ വെച്ചു. ശരിക്കും പറഞ്ഞാൽ $200 ഇനി വെറും $21 മതി. ഇവരെ ഇങ്ങനെ കിട്ടുമോ? കിട്ടി. 37. അപ്പം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സെക്ഷൻ എവിടെ ഒന്നുമില്ലേ? മനസ്സിലായി. ഇതെന്താ ഇതൊക്കെ അടുക്കി വെക്കുന്നത് നാളെ ചെയ്യാം നമുക്ക്. ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനായി.
ഇവരെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. എന്നിട്ട് ഇനിയും പാർട്ട് വേണമെന്ന് പറയുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നമ്മളെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ വേഗം അങ്ങ് ചെയ്യും. $50. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റാ ബൈ ബൈ.